ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇന്ന് സുഖമായിട്ട് വീട്ടിലിരിക്കുകയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സയൻസസ് പഠിച്ചു അല്ലേ? സോഷ്യൽ സയൻസും മറ്റ് സയൻസുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ സയൻസ് പഠിച്ചു. അതൊക്കെയല്ലേ നമ്മൾ പഠിച്ചേ. ടുഡേ വി ഹാവ് ടു സ്റ്റഡി an important aspect of social science, namely റിനൈസൻസ്. അതായത് നവോത്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സയൻസിനെ സ്വാധീനിച്ചത്, നവോത്ഥാന കാലഘട്ടമൊക്കെ സോഷ്യൽ സയൻസിനെ എങ്ങനെ സ്വാധീനിച്ചു. What can be Renaissance? What do you mean by Renaissance? അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിനൈസൻസ് മീൻസ് എ റീബർത്ത്, ഒരു പുനർജന്മത്തെയാണ് റിനൈസൻസ് എന്ന് പറയാം. അതായത് ഗ്രീസിലും അതുപോലെ തന്നെ റോമിലും ഒക്കെ ഉണ്ടായ ആ ഒരു നവോത്ഥാനം, ആ നവോത്ഥാനം പ്രധാനമായും ആർട്ട്, ലിറ്ററേച്ചർ, ഫിലോസഫി, സയൻസ്, ഈ മേഖലകളിലെല്ലാം ഉണ്ടാവുകയുണ്ടായി. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതുപോലെ തന്നെ കലാസാഹിത്യ മേഖലകളിലും എല്ലാം ഉണ്ടായ ആ നവോത്ഥാനത്തെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നത്. അങ്ങനെയുണ്ടായ നവോത്ഥാനം എങ്ങനെ സോഷ്യൽ സയൻസിനെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിനെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. വാട്ട് യു മീൻ ബൈ റിനൈസൻസ്? ഓക്കെ, നിങ്ങൾക്ക് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിനൈസൻസ് മാത്രം ചോദിച്ചു. റിനൈസൻസിനെ കുറിച്ച് മാത്രം റൈറ്റ് ഷോർട്ട് നോട്ട് എന്ന് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചോദിക്കാം. എന്തായാലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് പഠിക്കാം. റിനൈസൻസ്. The term Renaissance is derived from the French word which means rebirth. റീബർത്ത് അല്ലെങ്കിൽ പുനർജന്മം എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് റിനൈസൻസ് എന്ന വാക്ക് ഉണ്ടായത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഫേസ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി ബിക്കോസ് ദേ മേ ചേഞ്ച് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിംഗ് ദി 14th and 16th centuries. ഇൻസ്പയർഡ് ബൈ ദ റിവൈവൽ ക്ലാസിക്കൽ ആർട്ട് ആൻഡ് ആർക്കിടെക്റ്റ്. അതായത് 14 16 നൂറ്റാണ്ടുകളിൽ, 14 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഗ്രീസിലും അതുപോലെ തന്നെ റോമിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഉണ്ടായ ആ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതുപോലെ തന്നെ കലാസാഹിത്യ മേഖലകളിലും ഒക്കെ ഉണ്ടായ ആ റിവൈവലിനെ അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ റിനൈസൻസ് വഴിയായിട്ട് മീൻ ചെയ്യുക. ഇനി ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ്, This intellectual transformation has resulted in the Renaissance being viewed as a bridge between Middle Age to the modern era. അതായത് ഗ്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഉണ്ടായ ആ പുനർജന്മം അല്ലെങ്കിൽ ആ വിവിധ മേഖലകളിലുണ്ടായ ആ നവോത്ഥാനം മിഡിൽ ഏജിൽ നിന്ന് മോഡേൺ ഈറയിലേക്ക് അല്ലെങ്കിൽ മോഡേൺ ഏജിലേക്കുണ്ടായ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാലം. മിഡിൽ ഏജിനെ അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തെ ആധുനിക കാലഘട്ടവുമായി കോർത്തിണക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലമായിട്ടാണ് ഈ നവോത്ഥാനത്തെ കാണുക. നവോത്ഥാന കാലഘട്ടത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുകയുണ്ടായി. The Renaissance was a time of great social and cultural change in Europe. അതായത് യൂറോപ്പിലെ സാമൂഹികവും സാംസ്കാരികവുമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ പീരിയഡ് characterized by innovation, imagination and creativity. എന്തൊക്കെയാണ് റിനൈസൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? റിനൈസൻസ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഇന്നോവേഷൻ. വാട്ട് യു മീൻ ബൈ ഇന്നോവേഷൻ? പുതിയ കണ്ടുപിടുത്തങ്ങളെയാണ് ഇന്നോവേഷൻ എന്ന് പറയാം. പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ഇമാജിനേഷൻ, സാങ്കല്പികമായി പല പല കാര്യങ്ങളും ഓരോരുത്തരും കലാ സാഹിത്യ മേഖലകളിലൊക്കെ സൃഷ്ടിച്ചു. അപ്പം ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിപരമായ വളരെയധികം സൃഷ്ടികൾ ഉയർത്തെഴുന്നേറ്റൊരു കാലഘട്ടമായിരുന്നു റിനൈസൻസ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിനൈസൻസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, or it was a period characterized by innovation, imagination and creativity.
The Renaissance also represented a breakaway from the conformist society and culture of medieval Europe. അതായത് മിഡീവൽ യൂറോപ്പിൽ അല്ലെങ്കിൽ മധ്യകാല യൂറോപ്പിലെ ആ വളരെ യാഥാസ്ഥിതിക ചിന്താഗതിയിൽ നിന്നുമുണ്ടായ ഒരു ബ്രേക്കവേ, ആ യാഥാസ്ഥിതിക ചിന്താഗതിയിൽ നിന്നുമൊക്കെ ഒരു മാറ്റമുണ്ടായി, ഒരു ആധുനികതയിലേക്കുള്ള ഒരു മാറ്റത്തെയും നമ്മൾ ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പം റിനൈസൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇതിൻ്റെ ഇൻട്രഡക്ഷൻ. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചാൽ റിനൈസൻസിനെ കുറിച്ച് ഇത്രയുമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. ഇനി റിനൈസൻസിൻ്റെ ചേഞ്ചസ്, വാട്ട് ആർ ദി ചേഞ്ചസ് ഒക്കേർഡ് ഡ്യൂറിങ് ദി റിനൈസൻസ് പീരിയഡ്. റിനൈസൻസ് കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇതൊക്കെയാണെന്നേ. The most notable changes experienced during the Renaissance period were in the fields of art, architecture, literature, philosophy and science. റിനൈസൻസ് പീരീഡിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ്? കല, സാഹിത്യം, വാസ്തുശില്പം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഈ മേഖലകളിലെല്ലാം, തത്വശാസ്ത്രം, ഈ മേഖലകളിലെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി. ഇങ്ങനെയുള്ള വളരെയധികം മാറ്റങ്ങൾ റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടായി. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ആർട്ട്, കലാപരമായി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ചേഞ്ചസ് ഒക്കെയുടെ in the field of art. Unlike the artistic styles of the earlier Middle Ages, which placed more importance on symbolism than reality, Renaissance art was more lifelike and contained perspective. അതായത് അല്ലെങ്കിൽ മധ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടുകളും സിംബോളിസം ആയിരുന്നു. എന്തെങ്കിലും ഒരു സിമ്പൽ അല്ലെങ്കിൽ അടയാളമായിട്ടാണ് കലാവസ്തുക്കളെല്ലാം തന്നെ, കലകളെല്ലാം തന്നെ, അല്ലെങ്കിൽ കലാപരമായ സൃഷ്ടികളെല്ലാം തന്നെ മധ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. എന്നാൽ ഡ്യൂറിങ് ദി റിനൈസൻസ് പീരിയഡ് all the artistic works are in the form of lifelike, അതായത് ജീവിച്ചുകൊണ്ടുള്ള, ജീവനുള്ളതുപോലെ തോന്നുന്ന അല്ലെങ്കിൽ ജീവന് തുല്യമായിട്ടുള്ള, ജീവൻ നിലനിർത്തുന്നതായി തോന്നുന്ന തരത്തിലുള്ള സൃഷ്ടികളാണ് നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. During the Middle Ages, all the artistic works are in the form of symbolicism, but during the Renaissance period, all works are lifelike and contained perspective. അതായത് വളരെ ജീവൻ തോന്നുന്നത് പോലുള്ള സൃഷ്ടികളാണ് ഈ നവോത്ഥാന കാലഘട്ടത്തിലെല്ലാം തന്നെ ഉണ്ടായത്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീക്ഷണം എന്നാണ്. ജീവന് തുല്യമായിട്ടുള്ള ഒരു വീക്ഷണമായിരുന്നു നമ്മൾ ഇതിനകത്തെല്ലാം കാണുക. പെർസ്പെക്റ്റീവ് മീൻസ് വീക്ഷണം എന്നാണ്. പെയിൻറ്റേഴ്സ് ബിഗാൻ ടു ഡെപ്പിക്റ്റ് ദ ഹ്യൂമൻ ഫോം വിത്ത് ഇൻക്രീസിങ് ആക്യുറസി. അതായത് പെയിൻറ്റേഴ്സ് എല്ലാം നടത്തുന്ന പെയിൻറ്റിങ്ങുകളെല്ലാം നല്ല കൃത്യത, ആക്യുറസി മീൻസ് കൃത്യത, നല്ല കൃത്യതയോടുകൂടിയാണ് ഓരോ സൃഷ്ടികളും പെയിൻറ്റേഴ്സ്, ലിയനാർഡോ ഡാവിഞ്ചിയോ, മൈക്കിൾ, അങ്ങനെയുള്ള പെയിൻറ്റേഴ്സ് എല്ലാം തന്നെ സൃഷ്ടിച്ചെടുത്തത്. വിച്ച് വാസ് എനേബിൾഡ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ അനാറ്റമി. മനുഷ്യൻ്റെ ശരീരശാസ്ത്രം, ഇങ്ങനെ വടിവത്ത ആ ഒരു ശരീരശാസ്ത്രത്തെ അതുപോലെ വെളിച്ചത്ത് കൊണ്ടിരുന്ന, അത് ജീവൻ തുടിക്കുന്നത് പോലെ തോന്നുന്ന ശരീരശാസ്ത്രം രൂപപ്പെടുത്തിയാണ് അവരൊക്കെ, അന്നത്തെ പെയിൻറ്റേഴ്സ് എല്ലാവരും അവരുടെ ആ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ആ സൃഷ്ടികൾ രൂപപ്പെടുത്തിയെടുത്തത്. ഇത് റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ടാണ് കരുതപ്പെടുക. ലൈഫ് ലൈക്ക് ആർട്ട്, ജീവന് തുല്യമായിട്ടുള്ള ആർട്ട്. ദിസ് അനാറ്റമിക്കൽ നോളജ് വാസ് ഗെയിൻഡ് ഫ്രം അഡ്വാൻസസ് മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഡ്യൂറിങ് ദി റിനൈസൻസ് പീരിയഡ്. റിനൈസൻസ് കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ ആ മാറ്റങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ അനാറ്റമി അല്ലെങ്കിൽ ശരീരശാസ്ത്രത്തിൻ്റെ ആ പ്രത്യേകത അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നതിന് പെയിൻറ്റേഴ്സിനെല്ലാം സഹായിച്ചു എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് കരുതപ്പെടാം. മച്ച് ഓഫ് ദിസ് നോളജ് ആൻഡ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ദി പയനിയറിംഗ് റിനൈസൻസ് ഫിഗർ ലിയനാർഡോ ഡാവിഞ്ചി. ഏറ്റവും കൂടുതൽ ആർട്ട് അല്ലെങ്കിൽ കലാപരമായ സൃഷ്ടികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ കലാകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ആർട്ടിസ്റ്റിക് മേഖലയിൽ ലൈക്ക് ഫിഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ലൈക്ക് ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കുന്നതിന് ലിയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള കലാകാരന്മാർക്ക് സാധിച്ചു എന്നുള്ളത് റിനൈസൻസ് പീരീഡിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ലിറ്ററേച്ചർ. സാഹിത്യപരമായിട്ടുണ്ടായ പുരോഗതികളും സൃഷ്ടികളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന്. ദ റിനൈസൻസ് വാസ് ഓൾസോ എ ടൈം ഓഫ് ഗ്രേറ്റ് ലിറ്റററി ചേഞ്ച്. സാഹിത്യപരമായി വളരെയധികം മാറ്റം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ്
ലുക്ഡ് ബാക്ക് ടു ദി പോയംസ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. അതായത് പുരാതന ഗ്രീസിലും റോമിലും ഒക്കെ ഉണ്ടാക്കിയ ആ ടെക്സ്റ്റുകളും പോയങ്ങളും എല്ലാം അവർ പഠിക്കുകയും അതിനോടനുബന്ധിച്ച് അതിനെ വളരെയധികം മോഡിഫിക്കേഷൻസ് വരുത്തി പുതിയ സൃഷ്ടികൾ നിർമ്മിക്കുന്നതിന് അവർ പരിശ്രമിക്കുകയും ചെയ്തു. റിനൈസൻസ് ലിറ്ററേച്ചർ ഡെൽറ്റ് മച്ച് മോർ വിത്ത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെയും മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെയുമാണ് പ്രധാനമായും ഈ റിനൈസൻസ് സാഹിത്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് തന്നത്. മനുഷ്യൻ്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാമായിരുന്നു റിനൈസൻസ് കാലഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. With the invention of the printing press in 1440, information suddenly became much more accessible to the general public, which had a huge impact in the field of education. 1440 ജോൺ ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ആള് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഈ സാഹിത്യ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു. അതായത് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോടുകൂടി അവരുടെ സൃഷ്ടികളെല്ലാം തന്നെ പ്രിന്റ് ചെയ്യുന്നതിനും അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിനും അവർക്ക് സാധിക്കുകയുണ്ടായി. അങ്ങനെ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് വിദ്യാഭ്യാസ മേഖലയിലേക്കും സാഹിത്യ സൃഷ്ടികൾ ഉപയോഗിക്കുന്നതിനും അത് ജനറൽ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നതിനും സഹായിക്കുകയുണ്ടായി. നെക്സ്റ്റ് വൺ ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം. ഫിലോസഫിക്കൽ ട്രെൻഡ്സ് ഓൾസോ ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി റിനൈസൻസ്. അതായത് റിനൈസൻസ് പീരീഡിൽ തത്വശാസ്ത്രപരമായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി. നൗ എ ഡേയ്സ് എ തിങ്കിങ് സ്പാർക്ഡ് ബൈ എ ഫിലോസഫി വിച്ച് വാസ് നോൺ ആസ് ഹ്യൂമനിസം. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തത്വശാസ്ത്ര ചിന്താഗതിയായിരുന്നു ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത. ഹ്യൂമനിസം 2 മാർക്കിനൊക്കെ ചോദിച്ച ഒരു ഷോർട്ട് നോട്ടാണ് ഹ്യൂമനിസം നന്നായിട്ട് പഠിച്ചോണേ. മാനവികത എന്താണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്? ഇറ്റ് ഓൾട്ടേഡ് ദ വേ ബൈ വിച്ച് ദ പീപ്പിൾ തോട്ട് അബൌട്ട് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദ യൂണിവേഴ്സ്. അതായത് മനുഷ്യനെ കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള മനുഷ്യന്റെ ചിന്താഗതിയിലുണ്ടായ ഒരു മാറ്റമാണ് ഈ ഹ്യൂമനിസത്തിലൂടെ നമ്മൾ കാണുക. ഹ്യൂമനിസത്തിൽ പ്രധാനമായും മനുഷ്യന്റെ ചിന്താഗതികളെയും പെരുമാറ്റത്തെയും ഒക്കെ കുറിച്ചുള്ള പഠനമാണ് നടത്തുക. ഡ്യൂറിംഗ് ദി മിഡീവൽ ടൈംസ് ദ കാത്തലിക് ചർച്ച് ഹാഡ് ബീൻ മേജർ ഫോഴ്സ് ഇൻഫ്ലുവൻസിങ് ദി പീപ്പിൾ തോട്ട് ആൻഡ് ബിലീഫ് ഓൺ ദീസ് മാറ്റേഴ്സ്. അതായത് മനുഷ്യന്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും ഒക്കെ പ്രധാനമായും ഒന്ന് സ്വാധീനിച്ചത് കാത്തലിക് ചർച്ചായിരുന്നു. ക്രിസ്തുമത ചിന്താഗതികളും ക്രിസ്തുമത തത്വങ്ങളും ക്രിസ്തുമത ആദർശങ്ങളും എല്ലാം മനുഷ്യന്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ പെരുമാറ്റത്തെയും ലോക ചിന്താഗതികളെയും തന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലാണ് വളരെ സ്വാധീനപരമായ അല്ലെങ്കിൽ വളരെ ആധുനികമായ ചിന്താഗതികളുമായി അല്ലെങ്കിൽ പോസിറ്റിവിസം വളരെ വ്യക്തികൾക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന തരത്തിലുള്ള ചിന്താഗതികളുമായി റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം കടന്നു വന്നത്. വിത്ത് ദി സ്പ്രെഡ് ഓഫ് ഹ്യൂമനിസ്റ്റിക് തോട്ട് ദ മിഡീവൽ എംഫസിസ് ഓഫ് സ്പിരിച്വലി വാസ് ഗ്രാജുവലി റീപ്ലേസ്ഡ് ബൈ ഫോക്കസ് ഓൺ ദി മോർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായ സവിശേഷതകളെ കുറിച്ച് ഹ്യൂമനിസത്തിൽ വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഭൗതിക പ്രത്യേകതകളെ കുറിച്ചും ദ ഫീൽഡ് ഓഫ് സ്റ്റഡി നൗ റിഫേർഡ് ടു ദി ഹ്യൂമനിസ്റ്റിക് സൊസൈറ്റി നെയിംലി ഹിസ്റ്ററി, സോഷ്യൽ സയൻസ്, ദി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ്. ഹ്യൂമനിസത്തിൽ വളരെയധികം പ്രാധാന്യം നൽകി പഠിക്കുന്ന ശാസ്ത്രങ്ങളാണ് ഹിസ്റ്ററി, ദെൻ സോഷ്യൽ സയൻസ്, ആർട്ട്, ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ. ആർട്ട്, ഫിലോസഫി, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് എന്നിങ്ങനെയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ഈ ഹ്യൂമനിസത്തിൽ നമ്മൾ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ ആധുനിക ചിന്താഗതികളോടുകൂടി വളരെ പോസിറ്റിവിസത്തോടുകൂടി അതുപോലെ തന്നെ വളരെ മാനവികതയോടുകൂടിയാണ് റിനൈസൻസ് കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാവരും തന്നെ അന്ന് ആ ഒരു പഠനങ്ങളും അതിൻ്റെ ആ സാഹിത്യ സൃഷ്ടികളും നടത്തിയിരുന്നത്. At that time, the philosophical change which occurred during the Renaissance paved the way for another shift of thinking. അന്നത്തെ കാലത്തെ ആ ഫിലോസഫിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ടുള്ള ആ ചിന്താഗതികളെല്ലാം തന്നെ മറ്റൊരു പുതിയ ഒരു ആധുനിക കാലഘട്ടത്തിലെ ഒരു പുതിയ തത്വത്തിന് വഴിതെളിക്കുകയുണ്ടായി. ദിസ് ലേറ്റർ റവല്യൂഷൻ വാസ് നോൺ ആസ് എൻലൈറ്റൻമെന്റ്, നവോത്ഥാനം. അതായത് എൻലൈറ്റൻമെന്റ് ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു പുതിയ നവോത്ഥാനം അല്ലെങ്കിൽ പുതിയ ഒരു
പ്രകാശം പരത്തുന്ന ഒരു പുതിയ ഒരു ഉത്ഥാനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് ഈ നവോത്ഥാന കാലഘട്ടം കാരണമാവുകയുണ്ടായി. ആ നവോത്ഥാന കാലഘട്ടത്തിലെ ചിന്താഗതികൾ മോഡേൺ ഏജിൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? എൻലൈറ്റൻമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ പുതിയ ചിന്താഗതികളും തത്വശാസ്ത്രങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലെ ആർട്ട്, ലിറ്ററേച്ചർ, ഫിലോസഫി ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് feature of the Renaissance was the science and engineering, where the other fields experienced major change during the Renaissance period. Renaissance കാലഘട്ടത്തിൽ വളരെയധികം മാറ്റമുണ്ടായ മറ്റൊരു മേഖലയാണ് ശാസ്ത്ര മേഖല. സയൻസ്. ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് മെനി ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് ഡിസ്കവറീസ് were made. പുതിയതും അതുപോലെ തന്നെ ആവേശമുണ്ടാകുന്നതുമായ പല ഡിസ്കവറീസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളും ഈ നവോത്ഥാന കാലഘട്ടങ്ങളിൽ നടക്കുകയുണ്ടായി. മെയിൻലി there are the areas of anatomy, astronomy and physics. പ്രധാനമായും നടത്തിയ കണ്ടുപിടുത്തങ്ങൾ എവിടെയൊക്കെയാണ്? അനാറ്റമി, ശരീരശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആസ്ട്രോണമി, വാനനിരീക്ഷണത്തെക്കുറിച്ചും ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ് ഏറ്റവും കൂടുതലായി ഈ റിനൈസൻസ് പീരീഡിൽ ശാസ്ത്ര മേഖലകളിൽ നടത്തിയത്. പൈനിയറിംഗ് റിനൈസൻസ് സയന്റിസ്റ്റ് ആൻഡ് ഇൻവെന്റേഴ്സ് ഇൻക്ലൂഡഡ് ഗലീലിയോ ഗലീലി ആൻഡ് ലിയനാർഡോ ഡാവിഞ്ചി. ഗലീലി, ലിയനാർഡോ ഡാവിഞ്ചി എന്നിവരെല്ലാം തന്നെ അന്ന് ശാസ്ത്ര മേഖലയിലെ വളരെയധികം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുകയും ആധുനികതയിലേക്ക് ജനങ്ങളെ നയിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളും ക്രിയേറ്റിവിറ്റി നടത്തിയ ആൾക്കാരുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് റിനൈസൻസിനെ കുറിച്ച് നമ്മൾ ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന റെലവൻസ് ഓഫ് സോഷ്യൽ സയൻസ്, അതായത് സോഷ്യൽ സയൻസിന്റെ പ്രസക്തി, അതായത് റീജിയണൽ ലെവൽ, നാഷണൽ ലെവൽ ആൻഡ് ഗ്ലോബൽ ലെവൽ, അതായത് പ്രാദേശികമായും ദേശീയമായും ആഗോളതലത്തിലും ഹ്യൂമൻ സയൻസിന്റെ സോഷ്യൽ സയൻസിന്റെ പ്രസക്തി എന്താണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, ഓരോരോ ചെറിയ വീഡിയോസ് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു. ഓരോ വീഡിയോസും കണ്ടിട്ട് എനിക്ക് നോട്ട്സ് അയച്ചു തരണേ. ഓക്കെ.